നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ അർജൻറ്റീനയുടെ താരങ്ങൾക്ക് എന്താണ് പറ്റിയത്? ഓരോ താരങ്ങളും എന്ത് തരത്തിലുള്ള പ്രകടനമാണ് നടത്തിയത്? ഒട്ടും ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ അർജൻറ്റീനയ്ക്ക് കഴിഞ്ഞില്ല. ഇതോ ഫൈനൽ എന്ന തോന്നൽ ലോകമെമ്പാടുമുള്ള ആരാധകർക്കുണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഘട്ടത്തിൽ ഏണസ്റ്റോ പ്രൊവിറ്റിയോ അർജന്റീൻ ഫുട്ബോൾ നിരീക്ഷകനാണ്. അദ്ദേഹം ഓരോ താരങ്ങളുടെ പ്രകടനവും വിലയിരുത്തുന്നുണ്ട്. അർജന്റീന ടീമിൽ മികച്ചൊരു പ്രകടനം ഒരാൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എമിലിയാനോ മാർട്ടിനസ് ആണ്. 10-11 സേവുകളാണ് അദ്ദേഹം നടത്തിയത്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സേവുകൾ മാത്രമല്ല, വളരെ സോളിഡായിരുന്നു അദ്ദേഹം പല ഘട്ടങ്ങളിൽ. ആ ഒറ്റ ഗോൾ വീഴുന്നുള്ളത് ശരിയാണ്. ഏതായാലും ആ ഒരു ഹെസിറ്റേഷൻ വന്നില്ലേ, അതായത് മൊളിനയുടെ ഭാഗത്തുനിന്നൊരു ക്ലിയറൻസ്, അവിടെ വന്നൊരു ഹെസിറ്റേഷൻ, ഇതെല്ലാം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആ ഒരു ഗോളിലേക്ക് വഴിവെക്കുന്നത്. എന്നാൽ അതിൽ വലിയൊരു കുറ്റപ്പെടുത്തൽ എമിയുടെ ഭാഗത്ത് പറയാനില്ല. അത് ഒഴിവാക്കി നിർത്തിയാൽ മികച്ച പ്രകടനവുമാണ്. 10-7 മാർക്കാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നതെങ്കിൽ ഗോൺസാലോ മുണ്ടിൽ, സത്യം പറഞ്ഞാൽ അലക്സ് ബെനയുമായിട്ടുള്ള 1-on-1 സിറ്റുവേഷനുകളിലൊക്കെ മികച്ച പ്രകടനമാണ് ഗോൺസാലോ മുണ്ടിൽ നടത്തിയത്. അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ഡ്യുവൽസ്, ഫിസിക്കലി അദ്ദേഹം വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തു. കളിയുടെ സ്വഭാവം അനുസരിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാക്കിളുകൾ, ടൈംലി ഇൻ്റർസെപ്ഷൻസ്, ആക്യുറേറ്റ് ആയിട്ടുള്ള ഡിഫൻസീവ് റീഡിങ്സ് ഒക്കെ ഗോൺസാലോ മുണ്ടിൽ നടത്തിയിരുന്നു. ഒരു നല്ല ഫൈനൽ മത്സരമാണ് അദ്ദേഹം നടത്തിയത്. പക്ഷേ അദ്ദേഹത്തെ എന്തിന് പിൻവലിച്ചു എന്നുള്ളതാണ്. ഒരു പക്ഷേ ശാരീരികമായിട്ടുള്ള ഒരു ക്ഷീണവും കാര്യങ്ങളും ആയിരിക്കണം ആ ഒരു പിൻവലിക്കലിലേക്ക് പോയത്. അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പിൻവലിച്ചത് അവിടെ നല്ലൊരു ആബ്സെൻസ് ഉണ്ടാക്കി എന്നുള്ളതാണ് ശരി. മുണ്ടിൽ 6 മാർക്കാണ് മുണ്ടിലിന് കൊടുക്കുന്നത്. ക്യൂട്ടി റൊമേറോ, എന്തൊരു പ്രകടനമാണ് ക്യൂട്ടി റൊമേറോ ഈ വേൾഡ് കപ്പിൽ ഉടനീളം നടത്തിയത്. എറൗണ്ട് ദി ബോക്സിൽ വന്ന എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എപ്പോൾ അദ്ദേഹം വൈഡിലേക്ക് മാറേണ്ടി വരുന്നു അവിടെ പോയിട്ട് സഹായിക്കുന്നു. ഫാൻറ്റാസ്റ്റിക് ജോബാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുന്നോട്ടേക്ക് കയറാനും ഇൻ്റർസെപ്ഷൻസ് നടത്താനും ഒക്കെ അദ്ദേഹം ഈ വേൾഡ് കപ്പിൽ ഉടനീളം എപ്പോഴും ദത്തശ്രദ്ധനായിട്ട് ഗ്രൗണ്ടിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു 70 മിനിറ്റൊക്കെ ആകുമ്പോൾ പുറത്തേക്ക് പോവേണ്ടി വന്നു എന്നുള്ളത് ടീമിന് ഒരു തിരിച്ചടിയായിട്ടുണ്ട്. അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വേൾഡ് കപ്പിൽ നന്നായി കളിച്ചു. അതിൻ്റെ തുടർച്ച ഈ കളിയിലും കണ്ടു. പക്ഷേ അദ്ദേഹത്തെ നേരത്തെ നഷ്ടമായതൊരു തിരിച്ചടിയാണ്. 6 അദ്ദേഹത്തിന് കൊടുക്കുന്ന മാർക്ക്. ലിച്ചയുടെ കാര്യത്തിലോ അദ്ദേഹത്തിന് സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ നഷ്ടമാണ്, ഷെയ്ബാണ്. കാരണം അദ്ദേഹം ഒരു ഗ്രേറ്റ് ഗെയിമാണ് കളിച്ചുകൊണ്ടിരുന്നത് അണ്ടിൽ ദി ഇഞ്ചുറി. ഒരു പുവർ പാസ് ടീപോളിൽ നിന്ന് വരുന്നു, എന്നിട്ട് അദ്ദേഹം നല്ല രൂപത്തിൽ അവിടെ എഫേർട്ട് ഇടുന്നു. അതോടൊപ്പം തന്നെ ലിച്ച എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കണം. ആ ഒരു പുവർ പാസിനെ തുടർന്നാണ് പിന്നെ അദ്ദേഹത്തിനൊരു യെല്ലോ കാർഡിലേക്ക് പോവേണ്ടി വരുന്നത്. ഏതായാലും ലിസാൻഡ്രോ വാസ് നോട്ട് ഓൺലി കൺട്രോളിങ് സ്പെയിൻസ് അറ്റാക്ക്, അത് മാത്രമല്ല റൈറ്റ് ഫ്ലാങ്കിൽ അദ്ദേഹം നല്ല രൂപത്തിൽ പാസുകളൊക്കെ കൊടുത്തിട്ട് ആ ഏരിയയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. എതിരാളികളുടെ നീക്കങ്ങൾ വെർട്ടിക്കൽ ടച്ചിലൂടെ അദ്ദേഹം ബ്രേക്ക് ചെയ്യുന്നു അവരുടെ ലൈൻസ്. അദ്ദേഹം ഹാഫ് ടൈമിന് ശേഷം തുടരണമായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം നേരത്തെ പോയി എന്നുള്ളതും അർജൻറ്റീനയ്ക്ക് തിരിച്ചടിയായി. 10-6 അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ, സത്യം പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നു. എന്താ യമാലിനെ പൂട്ടുക എന്നുള്ളത്. ചില ഒക്കേഷണൽ സമയങ്ങളിൽ ബാഴ്സലോണ സ്റ്റാർ അദ്ദേഹത്തെ മറികടന്നിട്ടുണ്ട് എന്നതൊഴിച്ചാൽ വളരെ നല്ല രൂപത്തിൽ തന്നെ ടാഗ്ലിയാഫിക്കോ അദ്ദേഹത്തെ ഏൽപ്പിച്ച ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് 10-8 മാർക്കാണ് കൊടുക്കുന്നത്. റോദ്രിഗോ ഡി പോൾ, അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം ഇനാക്യുറേറ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പാസിങ് ടീമിന് പ്രോബ്ലംസ് ഉണ്ടാക്കി. അദ്ദേഹം ഒരിക്കലും സോളിഡ് ആയിരുന്നില്ല സ്പെയിനിൻ്റെ മുന്നേറ്റങ്ങൾ തടയാനുള്ള ശ്രമത്തിൽ. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു തരത്തിലും അറ്റാക്കിൽ ഒരു തരത്തിലുള്ള സഹായവും ഉണ്ടാക്കിയിട്ടില്ല. വളരെ മോശമായിട്ടുള്ളൊരു പെർഫോമൻസാണ് നടത്തിയത്. എ പുവർ പെർഫോമൻസ്, എ ലാക്ലസ്റ്റർ വേൾഡ് കപ്പ്. പിന്നീട് അദ്ദേഹത്തെ മാറ്റി സിമിയോണി ഇറക്കി. എന്തായാലും 10-4 ഡി പോളിന്. അർജൻറ്റീനയുടെ തോൽവിക്ക് കാരണക്കാരിൽ ഒരാൾ അദ്ദേഹം തന്നെയാണ്. പിന്നെ എൻസോ ഫെർണാണ്ടസ്, സെൻട്രൽ മിഡ്ഫീൽഡർ എന്നുള്ള റോള് പോയി. അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ ബോൾ കണ്ടെത്താൻ പറ്റുന്നില്ല. അദ്ദേഹം ബോൾ തിരികെ പിടിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ
ഒരു തരത്തിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ എൻസോക്ക് കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് ആ ഒരു ഫ്ലൂയിഡിറ്റി കളിയിൽ കൊണ്ടുവരാൻ പറ്റിയില്ല. ഒടുവിൽ ആ ഒരു സംഭവം, ആ ഒരു റെഡ് കാർഡ് അദ്ദേഹത്തിന് കിട്ടുക കൂടി ചെയ്തതോടുകൂടി അർജൻറ്റീനയ്ക്ക് അതൊരു വലിയ അടിയായി. 10-ൽ 4 മാർക്കാണ് അദ്ദേഹത്തിന്. അലക്സിസ് മെക്കലിസ്റ്റർ സിമിലറാണ്, അതായത് എൻസോയുടെ സിമിലർ ആയിട്ടുള്ളൊരു അവസ്ഥയാണ്. പിന്നെ അവിടെ റോഡ്രി വളരെ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. റോഡ്രിയുടെ മേലൊരു കണ്ണ് അദ്ദേഹത്തിന് വെക്കേണ്ടതുണ്ടായിരുന്നു, ഒരു ഡിഫെൻസീവ് സഹായം. അതുപോലെ തന്നെ ഹൂലിയനെ സഹായിക്കേണ്ടതുണ്ടായിരുന്നു. ഒരു തരത്തിലും അദ്ദേഹത്തിൻ്റെ റോള് നല്ല രൂപത്തിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് അർജൻറ്റീന നല്ല രൂപത്തിൽ അറ്റാക്ക് ചെയ്യാൻ കപ്പാസിറ്റിയുള്ളൊരു പ്ലെയറായ അലക്സിസ് മെക്കലിസ്റ്ററെ ഡിഫൻസിലെ കാര്യങ്ങൾ കൂടി ഏൽപ്പിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ അവർക്ക് വേണ്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റിയില്ല. ഹി ഓൾസോ ഫെയിൽഡ് ടു എഫക്റ്റീവ്ലി ചലഞ്ച് ദി സ്പാനിഷ് മിഡ്ഫീൽഡേഴ്സ്. അതും ഒരു പ്രശ്നമായി. 10-ൽ 5 അദ്ദേഹത്തിന് കൊടുക്കുന്നത്. നിക്കോളാസ് ഗോൺസാലസ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് അദ്ദേഹം വരുമ്പോൾ കുറേ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കൗണ്ടർ അറ്റാക്കുകൾ, മിഡ്ഫീൽഡിൽ അദ്ദേഹം നല്ല രൂപത്തിൽ എതിരാളികളുടെ പാസുകൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ സ്പെയിനിന് മേലെ ഒരു സമ്മർദ്ദമുണ്ടാക്കാൻ സഹായിക്കും. ഇതൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഒന്നും നടന്നില്ല. അദ്ദേഹം ചില എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ചില എഫേർട്ടുകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഫുട്ബോളിംഗ് എബിലിറ്റി വെച്ച് വേണ്ട വിധത്തിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല. സോ അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഹാഫിൽ ആ ഒരു പാസിംഗ് ഫ്ലൂയിഡിറ്റി അവർക്ക് നഷ്ടമായി. അതുകൊണ്ട് തന്നെ പെർഹാപ്സ് അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ പരഡസ് വരികയും ചെയ്തു. 10-ൽ 5 അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. ലിയോ മെസ്സി അർജൻറ്റീന ഡീപ്പിൽ സിറ്റ് ചെയ്യുന്ന സമയത്ത് മെസ്സിക്കും കുറേ യാർഡ്സ് പുറകോട്ട് ഇറങ്ങേണ്ടി വന്നു. ഡിഫെൻസീവിൽ അദ്ദേഹം അങ്ങനെ സഹായിച്ചിട്ടൊന്നുമില്ല. എന്നാൽ ഫൈനൽ തേർഡിലേക്ക് ടീം അറ്റാക്ക് ചെയ്യുന്നൊരു സന്ദർഭങ്ങൾ ഈ കളിയിൽ ഉണ്ടായിട്ടേ ഇല്ലല്ലോ. അവസാന ഘട്ടത്തിൽ കുറച്ച് മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ മെസ്സിക്ക് പ്രത്യേകിച്ച് ഒരു എഫേർട്ടൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. റോളും ഒന്നും ചെയ്യാനും പറ്റിയില്ല. ഇത്ര ടൂത്ത്ലെസ് ആയിട്ടൊരു മെസ്സിയെ നമ്മൾ കാണുന്നത് ഈ വേൾഡ് കപ്പിൽ ആദ്യമായിട്ടാണ്. 10-ൽ 5 അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന റേറ്റിംഗ്. ഹുലിയൻ അൽവാരസ്, ഹുലിയൻ്റെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ്. വൺസ് അഗെയിൻ അദ്ദേഹം ആ ഒരു ഡിഫെൻസീവ്ലി അർജൻറ്റീന നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ ബോളുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം മുന്നോട്ട് ഫൈനൽ തേർഡിലേക്ക് അഡ്വാൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച സമയത്താണെങ്കിൽ അദ്ദേഹത്തിന് ടീംമേറ്റ്സിനെ ലിങ്കപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മറ്റുള്ളവർ മുന്നോട്ടേക്ക് കയറി അദ്ദേഹത്തിനോടൊപ്പം സഹായിക്കുന്നുമുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം ഈ 1-2 പാസസിൽ ഒരു പാർട്ട്ണറെ കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതോടൊപ്പം തന്നെ അർജൻറ്റീനയുടെ ടാക്ടിക്സും ഒരു പ്രശ്നമായിട്ട് മാറി. സോ ഹുലിയൻ അൽവാരസിൻ്റെ കാര്യത്തിൽ കാര്യങ്ങൾ അത്ര മികച്ച രൂപത്തിലല്ല സംഭവിച്ചത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഹുലിയനെ ശരിക്കും പറഞ്ഞാൽ റോഡ്രിയെ കവർ ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഒരു ഇനീഷ്യൽ പ്രഷർ. അപ്പോൾ സ്പെയിന് തീർച്ചയായിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സോ ഹുലിയന് 10-ൽ 5 കൊടുക്കുന്നത്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്ന താരങ്ങൾ, ഓട്ടാമെൻഡിക്ക് നേരത്തെ വരേണ്ടി വന്നു. അപ്പോൾ അതേപോലെ അദ്ദേഹത്തിൻ്റെ ഗ്രിറ്റ് കാര്യങ്ങളത് ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് 10-ൽ 6 കൊടുക്കുന്നു. ലിയാൻഡ്രോ പെരേഡസ് കഴിഞ്ഞ കളിയിലെ പെർഫോമൻസ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തപ്പോൾ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരുപാട് പാസുകൾ അദ്ദേഹം മിസ്പ്ലേസ് ചെയ്തു. ഡേഞ്ചറസ് ഫൗളുകൾ അദ്ദേഹം കൺസീഡ് ചെയ്തു. അതുപോലെ തന്നെ ഗെയിം മുന്നോട്ട് പോകുമ്പോൾ സ്പാനിഷ് സൈഡിന് മുന്നിൽ അദ്ദേഹത്തിനൊന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥ വന്നു. അദ്ദേഹം ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ, ഒരു യെല്ലോ കാർഡിലേക്കൊക്കെ പോകുന്ന അവസ്ഥ ഉണ്ടായി. സോ അദ്ദേഹത്തിന് ടീംമേറ്റ്സിനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയില്ല. ലിയാൻഡ്രോ പെരേഡസിന് 10-ൽ 5. നാഹുൽ മൊളീന മറ്റൊരു പൂർ പെർഫോമൻസ്, പെർഹാപ്സ് വേഴ്സ്റ്റ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ സ്കലോനിയുടെ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ഈ വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്നത് റൈറ്റ് ഫ്ലാങ്കാണ്. റൈറ്റ് ഫ്ലാങ്കിൽ മൊലിന മറ്റൊരു ഡിഫെൻസീവ് ലാപ്സ് നടത്തി. അത് സ്പെയിൻ്റെ ഗോളായിട്ട് മാറുകയും ചെയ്തു. ഒരു പക്ഷേ ആ സൈഡിലൂടെ അറ്റാക്ക് ചെയ്യുന്ന ഘട്ടത്തിലൊക്കെ അദ്ദേഹം സഫർ ചെയ്യുകയായിരുന്നു. അതേ സംബന്ധിച്ചിടത്തോളം ലാക്ലെസ്റ്റർ വേൾഡ് കപ്പാണ്. 10-ൽ 3 അദ്ദേഹത്തിന് കൊടുക്കുന്നത്. ഫെക്കുണ്ടോ മെദീന സെക്കൻഡ് സെൻറ്റർ ബാക്കായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ അദ്ദേഹം വന്നു. ടീമിനെ ആ ഒരു ഘട്ടത്തിൽ സഹായിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യവുമായിരുന്നു. അദ്ദേഹത്തിന് 10-ൽ 5 മാർക്കാണ്. ഹുലിയാനോ സിമയോണി, അദ്ദേഹത്തിന് ആ ഒരു എന്തൂസിയാസം അദ്ദേഹം കളിക്കളത്തിലേക്ക് വരുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലാക്ക് ഓഫ് ടെക്നിക്ക്, പൂർ ജഡ്ജ്മെൻറ്റ്, അതൊക്കെ അദ്ദേഹത്തിന് ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കാൻ പലപ്പോഴും അദ്ദേഹത്തെ സഹായിച്ചില്ല. ഫെറാൻ്റെ ഗോള് ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഒരുപാട് പാസുകൾ അദ്ദേഹം മിസ്പ്ലേസ് ചെയ്തു. അവസാനം ഒരു ഈക്വലൈസറിനുള്ള അവസരം കിട്ടിയപ്പോൾ അത് അദ്ദേഹത്തിന് അടിക്കാനും പറ്റിയില്ല.
എന്തായാലും 10-ൽ 4 അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന മാർക്ക്. മാർക്കോ സെനേസി കളിക്കളത്തിലേക്ക് വന്നു. വളരെ കുറഞ്ഞ മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിനൊരു റേറ്റിംഗ് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതാണ് സ്കലോനിയുടെ പ്രകടനമോ. ഇത് സ്കലോനിയുടെ ഭാഗത്ത് നിന്ന് ഒരു നല്ലൊരു സ്ട്രൈക്കിംഗ് അപ്രോച്ച് ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. അർജൻറ്റീന ഈ കളിയിൽ അണ്ടർഡോഗ്സ് ആണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞ് ടീമിനെ ഇറക്കിയ പോലെയാണ് തോന്നിയത്. അത് ത്രൂ ഔട്ട് ദി മാച്ചിൽ എവിഡൻ്റ് ആയിരുന്നു. സ്പെയിനിന് വളരെ എളുപ്പത്തിൽ ബോൾ നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാം, അതവർക്കറിയാം. അവരത് വളരെ എഫക്റ്റീവ്ലി ചെയ്യുകയും ചെയ്തു. സോ നിങ്ങളുടെ ഗെയിം കളിക്കുന്നതിൽ നിന്ന് നിങ്ങളെ അവർ തടഞ്ഞു. അങ്ങനെ തടയുമ്പോൾ തിരിച്ചെന്ത് ചെയ്യുമെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ടാക്റ്റിക്കൽ ഡിസിഷന് അർജൻറ്റീനയെ കുറച്ചുകൂടി പുറകോട്ടടിപ്പിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷനുകളുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ, മൊണ്ടിലിനെ മാറ്റി മോളിനെ ഇറക്കിയത്, ലൗത്തറോ മാർട്ടിനസിനെ കളിക്കളത്തിലേക്ക് വിടാതിരുന്നത്, അതൊക്കെ നോക്കുമ്പോൾ സ്കലോനിയുടെ ഭാഗത്തു നിന്നൊരു പുവർ പെർഫോമൻസ് ആണ്. 10-ൽ 5 അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി ചേർന്നിട്ട്, അതായത് ടീമിലൊരു മഹാഭൂരിഭാഗം താരങ്ങളും ഒരു മികവ് കാണിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് വളരെ മോശമാണ്. 10-ൽ 5. ടീം മൊത്തത്തിൽ മോശം പ്രകടനം നടത്തി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.